മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തെ പിന്തുടർന്നതിന് കോഴിക്കോട് 5 പേർക്കെതിരെ കേസ്. കസ്റ്റഡിയിലെടുത്ത വാഹനത്തിൽ നിന്ന് വാക്കി ടോക്കി പിടിച്ചെടുത്തു. കോഴിക്കോട്ടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇന്നലെ രാത്രി മുഖ്യമന്ത്രി എത്തിയപ്പോഴായിരുന്നു ഈ സംഭവം. വേങ്ങാലി പാലം സൗത്ത് പോയിന്റ് മുതലാണ് വാഹനവ്യൂഹത്തെ സംഘം പിന്തുടർന്നത്. ഷഹദ് റഹ്മാൻ കോഴിക്കോട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹദ്, പോലീസ് അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്? ഉന്മേഷ്, ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഇന്ന് കോഴിക്കോട് പരിപാടി ഉണ്ടായിരുന്നു. SFIയുടെ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ആ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് മുഖ്യമന്ത്രി ഇങ്ങോട്ട് വരികയായിരുന്നു. ആ സമയത്താണ് ബംഗാളിയിൽ വെച്ച മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിനൊപ്പമുള്ള അതായത് ആംബുലൻസിന്റെ പുറകെ ഇത്തരത്തിൽ ഒരു വാഹനം ഫോളോ ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് കോഴിക്കോട് നഗരത്തിലെത്തുന്ന ഘട്ടത്തിൽ നടക്കാവ് പോലീസ് കൈ കാണിച്ച് നിർത്തുകയും പിന്നീട് ഈ വാഹനം കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ വാഹനം പരിശോധിച്ച ഘട്ടത്തിൽ അതിൽ നിന്ന് ഒരു വാക്കി ടോക്കി ലഭ്യമായിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള പരിശോധന നടന്നു വരികയാണ്. ഈ 5 പേർക്കെതിരെ, അതായത് മലപ്പുറം, പെരിന്തൽമണ്ണ, തിരൂര്, അതുപോലെ തന്നെ പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ആകെ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല, പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത് ഇവരെക്കെതിരെ ആ ഘട്ടത്തിൽ കേസെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സുരക്ഷാ നടപടിയുടെ ഭാഗമായിട്ടാണ് അവർക്കെതിരെ കേസെടുത്തത് എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ തന്നെ ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. ഇവർ ചെയ്ത കുറ്റം എന്ന് പറയുന്നത്, അതായത് ഈ ആംബുലൻസ് വരുന്ന ഘട്ടത്തിൽ ആംബുലൻസിന് പുറകെ അമിത വേഗത്തിൽ ഇത്തരത്തിൽ ഈ വാഹനം ഓടിച്ച് വരികയായിരുന്നു. തുടർച്ചയായിട്ട് ആംബുലൻസിനെ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് തുടർന്നിട്ടുണ്ടായിരുന്നത്. അത് അപകടകരമായ രീതിയിലാണ് ഇത്തരത്തിൽ ഫോളോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. മറ്റ് ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും 5 പേർക്കെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പിന്നീട് ഇവരെ വിട്ടയച്ചു. ഇവരുടെ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശരി, ഷഹദ് റഹ്മാനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.